റമദാൻ്റെ തലേദിവസം രാത്രിയാണ്. വെളുപ്പിനെ ഇടയത്താഴത്തിന് വേണ്ടി ഒരു കിഴങ്ങ് കറി വയ്ക്കാം. അതിനുവേണ്ടി കുറച്ച് കിഴങ്ങ് വേവിച്ച് വെച്ചു, കുറച്ച് സവാളയും പച്ചമുളകും അരിഞ്ഞ് വെച്ചു. ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് 2 ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് വഴറ്റിയെടുക്കാം. വഴന്നു വന്ന സവാളയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചു വന്ന ഗ്രേവിയിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരുന്ന കിഴങ്ങും ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. കറിയൊക്കെ ഒന്ന് തിളച്ച് ചാറൊന്ന് കുറുകി വന്നപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ വെളുപ്പിനെയാണ്. 3:30 ആയപ്പോഴത്തേനും അടുക്കളയിലേക്ക് വന്ന് ഇടയത്താഴത്തിനായിട്ടുള്ള ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. ദോശയൊക്കെ ഒന്ന് ചുട്ടെടുത്ത് അതിനിടയിൽ തന്നെ ഒരു ചായയും റെഡിയാക്കി. ഇന്നലെ റെഡിയാക്കി വെച്ചിരുന്ന കിഴങ്ങ് കറിയൊക്കെ ഒന്ന് ചൂടാക്കി ഇനി ഇടയത്താഴം കഴിക്കാൻ പോവുകയാണ്. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കാം. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് എല്ലാം ഒതുക്കിയതിന് ശേഷം സുബഹി ഓതലിനും ഒക്കെ ആയിട്ട് പോയി. ഇതിപ്പോൾ നേരം വെളുത്തതിന് ശേഷമാണ്. അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു കാലാവസ്ഥ. ചെടികളെല്ലാം ഒന്ന് നനഞ്ഞു കിട്ടി. ഒരു സമയം എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് മഴയൊക്കെ ഒന്ന് തോന്നതിന് ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാനുണ്ടായിരുന്നു. പുറത്തേക്കൊക്കെ ഒന്ന് പോയി വന്നതിന് ശേഷം കുറച്ച് ചിക്കനൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലയൊക്കെ ചേർത്ത് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. അസർ നമസ്കാരത്തിനൊക്കെ ശേഷം ചിക്കൻ കറി വയ്ക്കാനായി ചട്ടി അടുപ്പിലേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് പൊട്ടിച്ചു. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം.
സവാളയൊക്കെ ഒന്ന് വഴന്നു വന്നതിന് ശേഷം ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളിയും ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വഴന്നു വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, മസാല, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് മൂപ്പിച്ചെടുക്കാം. മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് ഇളക്കാം. എല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചാറിനായിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. ചിക്കൻ കറിയൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും അതിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കാം. നോമ്പ് തുറക്കുന്നതിന് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ഒരു ഫ്രൂട്ട് സലാഡും റെഡിയാക്കി. അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി ബാങ്ക് വെക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇത്തവണത്തെ റമദാൻ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇന്ന് എൻ്റെ ചെറിയ മോള് ആദ്യമായിട്ട് നോമ്പ് പിടിച്ച ദിവസമാണ്. അങ്ങനെ ആള് ബാങ്ക് കേൾക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ബാങ്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ ഒന്ന് മുറിക്കട്ടെ. ഇതിപ്പോൾ നോമ്പൊക്കെ ഒന്ന് മുറിച്ച് മഗ്‌രിബ് നിസ്കാരം ഓതലും ഒക്കെ കഴിഞ്ഞ് നോമ്പ് തുറന്ന ഉടനെ എണ്ണ പലഹാരങ്ങളൊന്നും കഴിക്കണ്ടല്ലോ എന്ന് വെച്ച് മഗ്‌രിബിന് ശേഷമാണ് കുറച്ച് സമൂസയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തു. സമൂസയൊക്കെ ഒന്ന് റെഡിയാക്കി ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് കഴിച്ച് പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കിടക്കാനായിട്ട് പോയി. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.